Good evening. Welcome back to our class. എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? എന്താ ക്ലാസ്സിൽ പഠിച്ചത്? Jewel, Jewel, please unmute and say. എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പറഞ്ഞോളൂ. അത് എന്താ കുഞ്ഞു മനസ്സിലാക്കിയത് എന്താ അതിന്ന്? രണ്ട് ലെറ്റേഴ്സ്, രണ്ട് അക്ഷരങ്ങൾ കൂടിയിട്ട് രണ്ട് അക്ഷരങ്ങൾ കൂടി ഒരു വാക്ക് പഠിച്ചു നമ്മള് അല്ലേ? അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി മൂന്ന് അക്ഷരങ്ങൾ കൂടുമ്പോ ഒരു വാക്ക് വരും. ഇനി ചിഹ്നങ്ങൾ വരും. രണ്ടക്ഷരത്തിന് ചിഹ്നങ്ങൾ വരുമ്പോ ഒരു വാക്ക് വരും അല്ലേ? അങ്ങനെ കുറെ വേർഡ്സ് പഠിക്കാൻ പോവാണ് നമ്മള്. അപ്പം കഴിഞ്ഞ ക്ലാസ്സില് എന്താ മിസ് ഇപ്പൊ ക്ലാസ് എടുത്ത് കഴിഞ്ഞപാട് ഫോൺ വന്നു. എന്താ മിസ് എങ്ങനെ എഴുതണ്ടേന്ന് ക്ലാസ്സിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക് എങ്ങനെ എഴുതണ്ടേന്ന്? വീണ്ടും വിളിക്കണോ? വേണ്ട, മനസ്സിലായതാണ്. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടാ മിസ് പോയത്. ക്ലാസ്സിന്റെ ഇടയിൽ മിസ്സിനെ വിളിച്ചാൽ മിസ്സിന് കിട്ടൂല കേട്ടോ. അപ്പം നമ്മള് 2 ലെറ്റേഴ്സ് വരുന്ന വേർഡ്സ് പഠിച്ചു അല്ലേ? കുറെ വാക്കുകൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തില്ലേ? ഓക്കെ, ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ, അതിന്റെ താഴെ കണ്ടോ നിങ്ങള് പഠോ എന്ന് കാണുന്നുണ്ട് അല്ലേ? എന്താ? റീഡ്. പഠോ എന്ന് പറഞ്ഞാൽ പഠിക്കുവിൻ, വായിക്കുവിൻ. ഇതാണ് എന്താ നോക്കിയേ, ബസ് നമ്മൾ പഠിച്ചു അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചാ മതി. Can you hear me? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കുക. ടീച്ചർ വായിച്ചുതരാം. ഫസ്റ്റ് നിങ്ങൾ രണ്ടാമത് കൂടെ വായിക്കുക. എന്താ? ബസ് പർ ചട്. അവിടെ ഒരു ചിഹ്നവും വന്നിട്ടില്ല അല്ലേ? ആയിന്റെയോ ഈന്റെയോ ഒന്നും ചിഹ്നം ഒന്നുമില്ല. ബസ് നമ്മൾ പഠിച്ചു. ബ സ വരുമ്പോ ബസ്സാന്നല്ല വായിക്കുക, ബസ്. ബസ് പർ ചട്. All of you say bus per chad. Bus per chad. Bus per chad. ഏതാ അത്? നിങ്ങൾ വായിച്ചാ മതി, ജസ്റ്റ് ഒന്ന് വായിച്ചാ മതി. ബസ് പെർ ചട് അല്ലേ? ബസ് പെർ ചട്. നെക്സ്റ്റ് കണ്ടോ? ചൽ ഖർ ചൽ. ചൽ ഖർ ചൽ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വായിക്കാൻ പറ്റും. എങ്ങനെയാ? അക്ഷരങ്ങൾ അറിയാം അല്ലേ? അക്ഷരങ്ങൾ കൂട്ടി വായിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സില്. ജുവലിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജുവൽ മരിയ, can you hear me? Okay, listen. All of you listen here. എന്താ അവിടെ? നിങ്ങളുടെ കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണം. നിങ്ങൾക്ക് അക്ഷരങ്ങൾ അറിയാം, വേർഡ്സ് എങ്ങനെയാ വരുന്നതെന്ന് ഇപ്പം ശ്രദ്ധിച്ചോ. ബസ് പെർ ചട്. സേ ബസ് പെർ ചട്. എന്താ? ചൽ ഖർ ചൽ. നിങ്ങളത് വായിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ചൽ ഖർ ചൽ. കണ്ടോ? എന്ത് ഇതാ ഖർ ചൽ. ചൽ ഖർ ചൽ. എന്താ പറയുന്നത്? ചൽ. രണ്ടാമത്തത് ചൽ ഖർ ചൽ. ലിസൺ. തേർഡ് വൺ ഖർ പർ നൽ. നെക്സ്റ്റ് നൽ പർ ടബ് ഖർ. എന്തൊക്കെയായി വായിക്കുന്നേ അല്ലേ? All of you listen here. ഹന്ന, മുഹമ്മദ് ടി, വീഡിയോ ഓൺ ചെയ്യൂ. മുഹമ്മദ് ബീവി, കാണുന്നില്ലല്ലോ നിങ്ങളെ? എല്ലാവരും ഇത് കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഈ ബോക്സ് കണ്ടോ? കണ്ടോ?
നിങ്ങള് ഇപ്പൊ നോട്ട് ബുക്കിൽ എഴുതിയില്ലേ? ആ നോട്ട് ബുക്കിന്റെ താഴെ ആദ്യം ഇത് എഴുതണം. ബസ് പെർ ചട്. ഇത് പഠിക്കൊന്നും വേണ്ട, എഴുതി പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എഴുതണം. ബസ് പെർ ചട്. ടേക്ക് യുവർ നോട്ട് ബുക്ക്. ടേക്ക് ഫാസ്റ്റ്. ഈ ലൈൻ എഴുതിക്കോ. ബസ് പെർ ചട്. റൈറ്റ് ഫാസ്റ്റ്. ബസ് പെർ ചട്. ബസ് പെർ ചട്. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് മിസ്സിനെ കാണിക്കേ. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ അതുപോലെ എഴുതിയെടുക്കുക. നമ്മൾ നേരത്തെ കുറച്ച് വേർഡ്സ് എഴുതിയല്ലേ നോട്ട് ബുക്കില്? ആ വേർഡ്സിന്റെ താഴെ ഒരു ലൈൻ വിട്ടിട്ട് എഴുതുക. ഒരു ലൈൻ വിട്ടിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വൺ ചൽ ഖർ ചൽ. ഇത് കണ്ടോ കുട്ടികളെ നിങ്ങൾ അവിടെ? ബസ് പെർ ചട് കഴിഞ്ഞിട്ട് ഒരു വൺ വരച്ചത് കണ്ടോ? ഒരു വൺ എന്ന് കണ്ടോ അവിടെ? അത് എന്താണെന്നറിയോ? അത് ഹിന്ദിയിൽ ഫുൾ സ്റ്റോപ്പിന് പകരം ഫുൾ സ്റ്റോപ്പ് ആണ്. ഹിന്ദിയിൽ ഫുൾ സ്റ്റോപ്പ് ആണ് അത്. ഒരു വണ്ണ് കണ്ടോ? അത് കൂടെ എഴുതണം കേട്ടോ നിങ്ങള്. അതും അവിടെ വരച്ചിട്ടുണ്ടാവണം. ഏതാ? ബസ് പെർ ചട് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഹിന്ദിയിലെ ഫുൾ സ്റ്റോപ്പ് ആണത്. നെക്സ്റ്റ് താഴെ ചൽ ഖർ ചൽ. അതിന്റെ താഴെ എഴുതുക. ചൽ ഖർ ചൽ. അതിന്റെ താഴെ തന്നെ എഴുതുക. ഇതെല്ലാം എഴുതേണ്ടത് ആ 2 ലൈൻ കോപ്പിയിലാണ്. രാവിലെ ഒരു വർക്ക്, രാവിലെ മീൻസ് മുൻ പീരീഡ്, അതായത് നേരത്തെയുള്ള ആ പീരീഡ് തന്ന വർക്കിന്റെ താഴെ ഒരു ലൈൻ വിട്ടിട്ട് എഴുതുക. വിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിട്ടാലും നല്ല വൃത്തിയായിട്ടുണ്ടാവും. സെക്കൻഡ് വൺ എഴുതിയോ? ചൽ ഖർ ചൽ. തേർഡ് വൺ ഖർ പർ നൽ. ഖർ പർ നൽ. നോക്കി എഴുത്, ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുത്. ഖർ പർ നൽ. നെക്സ്റ്റ് നൽ പർ ടബ് ഭർ. നൽ പർ ടബ് ഭർ. നൽ പർ ടബ് ഭർ. കഴിഞ്ഞോ? വായിച്ചോണ്ടിരിക്കുകയാണ് അവിടെ. കഴിഞ്ഞൊരു മിസ്സിനെ കാണിക്കണം. ഏതൊക്കെയാ എഴുതിയത്? ബസ് പർ ചട്, ചൽ ഖർ ചൽ, ഖർ പർ നൽ, നൽ പർ ടബ് ഭർ. ഓക്കെ, ജിവൽ മരിയ ഗുഡ്. മാളവിക, അമന്ന ഗുഡ്.
And Teresa, Shifana. Where is your book? Okay, okay. Muhammad Afla. Farah Fatima. Okay. Muhammad Nafi. Good. Tessa Maria. Good. Kurian. 2-line കോപ്പിയിലല്ലേ എല്ലാവരും എഴുതിയത്? മിസ്സിന് വ്യക്തമായിട്ട് കാണുന്നില്ല. എറിക്. ഓക്കെ. സയാൻ എഴുതി കഴിഞ്ഞില്ല മോനെ? റൈറ്റ് ഫാസ്റ്റ്. റൈറ്റ് ഫാസ്റ്റ്. മുഹമ്മദ് ഷാ, ഹൈഫ മെഹറിൻ, അനിഹ, റൈറ്റ് ഫാസ്റ്റ്. മുഹമ്മദ് വിവി, പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഓക്കെ. ഇനി അതിന്റെ താഴെ നിങ്ങൾക്ക് സ്ഥലമുണ്ടോ? ആ നോട്ട് ബുക്കിന്റെ താഴെ സ്ഥലമുണ്ടോ? എത്ര ലൈൻ ഉണ്ട് ജുവല്? ഇനിയും 6 ലൈൻ ബാക്കിയുണ്ടോ? അതെ അല്ലേ? എന്നാ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ? അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ താഴെ കണ്ടോ കുറേ വേർഡ്സ് പിന്നെയും വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? നൽ. ഈ ബോക്സിനകത്ത് കണ്ടോ? ഈ ബോക്സിനകത്തെ വേർഡ്സ് നിങ്ങൾ ഇവിടെ ഹോംവർക്ക് ഒന്ന് ഇട്ടോ കേട്ടോ. ഹോംവർക്ക് HW ടെക്സ്റ്റ് ബുക്കിൽ എഴുതിക്കോ. ഇത് നിങ്ങൾ ആ പേജിൽ തന്നെ ടൈമുണ്ട് നമ്മൾക്ക്. ഇത് കഴിയട്ടെ. ഇത് ഈ ബോക്സിനകത്തുള്ള നിങ്ങൾക്ക് ഹോംവർക്കാ. ഈ ഹോംവർക്ക് നിങ്ങൾ ആ പേജിൽ തന്നെ ലൈൻ വരച്ച് ആ ലൈനിനകത്ത് എഴുതണം. 6 ലൈനൊക്കെ ബാക്കിയുണ്ടല്ലേ? ലൈൻ വരച്ച് ഒരു 5 ഇതൊക്കെ എഴുതാം അല്ലെ? എങ്ങനെ എഴുതാ? 1 2 3 4 5 ലൈൻസ്, 6 ലൈൻസ് ഉണ്ടെന്നാ പറഞ്ഞേ. എങ്ങനെ എഴുതുക? ഇതുപോലെ തന്നെ എഴുതണം. എങ്ങനെ എഴുതുക? നൽ പെർ ചൽ. എന്നിട്ട് അതിന്റെ അറ്റത്തൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഇതുപോലെ എഴുതണം. നൽ പെർ ചൽ. താഴെ നെക്സ്റ്റ് ലൈനില് ചൽ ജൽ പെർ. നെക്സ്റ്റ് ജൽ പെർ കർ. നെക്സ്റ്റ് ലൈനില് അബ് ഖർ ചൽ. നെക്സ്റ്റ് ഡർ മത്ത് ചൽ. അതുപോലെ ഓരോന്നും താഴെ താഴെ എഴുതണം. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് പോലെ എഴുതണം. ഇവിടെ ഒരെണ്ണം എഴുതി നെക്സ്റ്റ് അടുത്തത് താഴെ കൊണ്ടുപോയി എഴുതരുത്. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ എഴുതുക. ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് ഹിന്ദിയില് കണ്ടോ? ഫുൾ സ്റ്റോപ്പ് ആണ് ഒരു 1 പോലെ ഇട്ടിരിക്കുന്നത്. നമ്മള് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എങ്ങനെ ഇടുന്നേ? ഡോട്ട് അല്ലേ? ഒരു കുത്തിടുക ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പ്. ഹിന്ദിയിൽ ഒരു വരയാണ് 1 പോലെ. ഒരു സെന്റൻസ് കഴിഞ്ഞാല് ഒരു ഫുൾ സ്റ്റോപ്പ് വേണം. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കണ്ടോ? അഭ്യാസ് എന്ന് കണ്ടോ? നെക്സ്റ്റ് പേജ് കണ്ടോ? അഭ്യാസ് അല്ലേ? ആ അഭ്യാസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിന്ദുവോം വാലെ ശബ്ദോം പെർ ലിഖോ. എന്താ ബിന്ദുവോ എന്ന് പറഞ്ഞാല്? അവിടെ കുറച്ച് ഡോട്ട് ഇട്ടിട്ട് കുറച്ച് ഇത് കണ്ടോ? വാക്കുകൾ കണ്ടോ? ഹൗസിന് എന്താ ഹിന്ദി പറയാ? ഹൗസ് ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, ക്ലൂ തന്നിട്ടുണ്ട്. ഹൗസ് പിക്ചറും തന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ ഹിന്ദി വേർഡ് മാത്രം ഡോട്ട് ഇട്ടാ തന്നിരിക്കുന്നത്. അതിന്റെ മുകളിൽ എഴുതിക്കോ ഖർ. ഹൗസിന് എന്താ ഹിന്ദി പറയാ? ഖർ. ഖർ എന്ന് അവിടെ എഴുതിയിട്ടില്ല, തെളിഞ്ഞിട്ടില്ല. നിങ്ങൾ അത് നന്നായിട്ട് എഴുതി കൊടുക്കണം. അതിന്റെ മുകളിലൂടെ ഖർ എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, ടാപ്പ്. ടാപ്പിന് എന്താ? ടാപ്പും പിക്ചറും ഉണ്ട്, ടാപ്പ് ഇംഗ്ലീഷിലും തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹിന്ദി വേർഡാണ് അവിടെ ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? അത് നൽ. ടാപ്പിന് എന്താ പറയാ? നൽ. നൽ. ല അല്ലേ? നല എന്നല്ല വായിക്കുക, നൽ. ഇൽ എന്നാണ് വരിക അവിടെ. നൽ. ഖർ നൽ. നെക്സ്റ്റ് ടബ്.
ടബ് കാണിച്ചു അല്ലേ? പിക്ചർ ഉണ്ട്, ടബ് എന്ന് ഇംഗ്ലീഷ് വേർഡും ഉണ്ട്. ഹിന്ദി വേർഡില് ടബ് തന്നെയാണ്. നെക്സ്റ്റ് 3 വേർഡ്സേ ഉള്ളൂ അല്ലെ? ഏതൊക്കെയാ? ഒന്ന് വായിച്ച എല്ലാവരും. ഘർ, നൽ, ഘർ, നൽ, ടബ്. അവിടെ എഴുതിക്കോ, ക്ലാസ് വർക്ക് എന്നിട്ടോ. ഡേറ്റ് ഇട്ടിട്ട് ക്ലാസ് വർക്ക്. ഓക്കെ, CW എന്ന് ഇട്ടാ മതി, ക്ലാസ് വർക്ക് CW. ഓക്കെ, അതിന്റെ താഴെ കണ്ടോ മക്കളെ, ചിത്രം കോ ദേഖ് കർ ശബ്ദ് പൂരേ കരോ. എന്താ? ആ ചിത്രം നോക്കിയിട്ട് അതിന്റെ അവിടെ ലെറ്റേഴ്സ് മിസ്സായിട്ടുണ്ട് അല്ലേ? ഖർ എന്നുള്ളതിന്റെ ഖാന്ന് മാത്രമേ ഉള്ളൂ, ഇറില്ല. ഇറിന് ഏത് അക്ഷരം എഴുതുക നമ്മള്? രാ, രായാണ് എഴുതുക. ഇർന്നുള്ള അക്ഷരം രാ. ഹൗസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഖാന്ന് മാത്രമേ ഉള്ളൂ. ഡാഷ് ഇട്ടു, ആ ഡാഷിന്റെ അടുത്ത് ഇർന്ന് എഴുതണം. റൈറ്റ്? എഴുതിക്കോ, ഇർന്ന് എഴുതിയാ? ഖർ എന്താ വായിക്കുക? 2 അക്ഷരങ്ങൾ കൂടുമ്പോ ഒരു വാക്കായി അല്ലേ? ഖായും ഇറും, ഖർ. നെക്സ്റ്റ് നോക്കിയേ, ഫ്രൂട്ട്സ് അല്ലേ? ഫ്രൂട്ട്സിന്റെ പിക്ചർ തന്നിട്ടുണ്ട്, ഫ്രൂട്ട്സും തന്നു. ഫാന്ന് മാത്രമേ ഉള്ളൂ. ഏതാ അക്ഷരം വരും അവിടെ? ഇൽ, ഫൽന്ന് വേണം അല്ലേ? ഫൽന്നാണ് നമുക്ക് അറിയാം, നമ്മള് ഓർല പഠിച്ചു, പഠിച്ചിട്ടുണ്ട് ഫൽന്നാണ്. ഇനി എഴുതും കൂടെ വേണം. ലാ എഴുതിക്കോ. എങ്ങനെയാ ലാ എഴുതുക? യാ, രാ, ലാ പഠിച്ചതാണ് അല്ലേ? ഫൽ. ഓക്കെ, നെക്സ്റ്റ് ടാപ്പ്. വീണ്ടും വന്നു ടാപ്പ് അല്ലേ? അവിടെ നാന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നൽ, അതെ, ഇൽന്ന് വേണം. എങ്ങനെയാ ഇൽന്ന് എഴുതുക? എല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലേ, നോക്കി എഴുതിയാ മതി. മുഹമ്മദ് ടി, വീഡിയോ ഓൺ ചെയ്യ്, കാണുന്നില്ല എഴുതുന്നത്. ടാപ്പിന്റെ അടുത്ത് നൽ. ഓക്കെ, സയാൻ ഒന്നും എഴുതിയില്ല മോനെ, ബുക്ക് തുറക്കുന്നേ ഉള്ളോ? ആ ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധന എന്താ അത്? വണ്ടി അല്ലെ? ബസ്. ബസ്സിന് എന്താ ഹിന്ദി പറയാ? ബസ് തന്നെ. മലയാളത്തിലും അതെ, ഇംഗ്ലീഷിലും അതെ, ഹിന്ദിയിലും അതെ, ബസ്. ഓക്കെ, എങ്ങനെയാ എഴുതുക? ബാന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. സാ എങ്ങനെ എഴുതും? സാ പഠിച്ചിട്ടുണ്ടല്ലേ നമ്മള്? യാ, രാ, ലാ, വാ, ശ, ഷ, സ. ആ എഴുതിക്കോ, ബസ്. ബസ്. സാ എഴുതുക അവിടെ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഫീദർ. എന്താ ഫീദർ എന്ന് പറഞ്ഞാല്? തൂവൽ അല്ലേ? തൂവല് കാണുന്നുണ്ട്. എന്താ അതിന് പറയാ? അറിയോ? ആർക്ക് പറയാം? അഫ്ല, നാഫിക്ക് അറിയാം മോനെ? നാഫി? നോ. മിസ് ഇപ്പൊ അത് പറഞ്ഞു തരാം. അഫ്ല? പങ്ക. എന്താ? ആ പങ്കാന്നാണോ? മിസ് അത് ലെറ്റർ എഴുതിത്തരാം കേട്ടോ, എഴുതിത്തരാം. അത് നിങ്ങൾ എഴുതണ്ട ഇപ്പൊ, ഒരു ഡൗട്ട് ഉണ്ട്, ആ അക്ഷരം മാറ്റമാണ്. നെക്സ്റ്റ് നോക്കിയോ, പ്ലോ.
പ്ലോ കണ്ടോ? PLOUGH. നിങ്ങൾ ഫിദറിന്റെ എഴുതണ്ട കേട്ടോ. ഇപ്പൊ പ്ലോ, PLOUG. പ്ലോയിന്റെ എന്താ? ഹൽ, ഹ ഇൽ, ഹൽ, ഹൽ. ഓക്കെ, ഏതൊക്കെ എഴുതി ഇപ്പം? ഖർ, ഫൽ, നൽ, ബസ്, പ്ലോ അല്ലേ? എന്താ? ഹൽ, ഹൽ. ഓക്കെ, ഫിദറിന്റെ മിസ് പറഞ്ഞു തരാം കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, സഹി അക്ഷർ ലിഖ് കർ ശബ്ദ പൂരേ കരോ. എന്താ? ഇത്രയും മതിയോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, close your textbook, close your textbook, take your Akshardeep. Take your Akshardeep. നമ്മൾ അക്ഷരദീപത്തിൽ ഏതൊക്കെയാ എഴുതിയത്? ഫസ്റ്റ് പേജില് കലം, ഖത്ത്, ഗരം, ഖർ, ചൽന ഇതൊക്കെ എഴുതിയില്ലേ? എഴുതാത്തവരുണ്ടോ? എല്ലാവരും എഴുതി. അത് കഴിഞ്ഞിട്ട് താഴെ ഛത്ത്, ജഗ്, ചഗഡ, ടമാട്ടർ, ഡർ അല്ലേ? നെക്സ്റ്റ് പേജില് ശ്രദ്ധിച്ചേ, ഠക്കിന. വായിച്ച എല്ലാവരും? ഠക്കിന, തൽവാർ, ഠക്കിന, ദവാ, ധൻ. നിങ്ങളെ അക്ഷരദീപത്തിൽ ഇപ്പൊ എഴുതി കാണിക്കണം മിസ്സിനെ. 2 ലൈൻ. എഴുതി കാണിക്കണം. നൗ കഴിഞ്ഞോ? 2 ലൈൻ കഴിഞ്ഞോ? ടു ലൈൻ എഴുതി കഴിഞ്ഞവര് നെക്സ്റ്റ് 2 ലൈനും കൂടി എഴുതുക. അവിടെ ഇന്നത്തെ ഡേറ്റ് ഇടുക, ക്ലാസ് വർക്ക് എന്ന് എഴുതുക.
ഓക്കെ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞവര് നല്ല വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. എറിക്കേ ഇങ്ങനെ വാരി വലിച്ച് എഴുതരുത്, ലൈനിൽ മുട്ടിച്ചൊക്കെ എഴുതണം. ഓക്കെ, ഗുഡ്. ആൻഡ് തെരേസ, ഗുഡ്. അതിന്റെ താഴെ കണ്ടോ, നിങ്ങൾ ക്ലാസ് വർക്ക് ഇട്ടോ അവിടെ CW എന്ന് എഴുതണം കേട്ടോ. ഇപ്പൊ ക്ലാസ്സിൽ എഴുതാണ് അത്. നെക്സ്റ്റ് നോക്കിയോ, ഹോംവർക്ക്. എന്താ ഹോംവർക്ക്? നക്ഷത്ര, നക്ഷത്ര, പത്ര, ഫൽ, ബഹൻ, ഭഗവാൻ. ഇത് ഹോംവർക്കാ. HW. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അക്ഷരങ്ങൾ കൂട്ടി കൂട്ടി വായിച്ചിട്ട് ഒരു വേർഡ് ആക്കിയിട്ട് പറഞ്ഞു പഠിക്കണത്. നക്ഷത്രം എങ്ങനെയാ പറഞ്ഞു പഠിക്ക? ന ഇക്ഷ ത്ര അല്ലേ, നക്ഷത്ര. അതുപോലെ പത്ര, 2 ലെറ്റേഴ്സേ ഉള്ളൂ, പായും ത്രായും. പത്ര അല്ലേ. നെക്സ്റ്റ് ഫ ല, ല ഇൽ വരും അല്ലേ, ഫൽ. ബഹൻ, ബ ഹ ഇൻ, ബഹൻ. നെക്സ്റ്റ് ഭഗവാൻ, ഭ ഗ വ ഇൻ, ഭഗവാൻ. കണ്ടോ വാക്കുകൾ?